ആലപ്പുഴ തീരത്ത് ഒരു കാറ്റ് വീശുന്നു. അത് സാവകാശം തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു കൊടുങ്കാറ്റിൻ്റെ രൂപം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മിസ്റ്റർ രാമേന്ദ്രൻ ഊഹിക്കാം. മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ ആലപ്പുഴ ഇത്ര കലുഷിതമാകാൻ എന്താണ് കാര്യം? തെരഞ്ഞെടുപ്പ് രംഗത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കിടയിൽ ഒരു അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. ശോഭ ജയിച്ചാലും തോറ്റാലും ശോഭ കേന്ദ്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവാണെന്ന് ആലപ്പുഴയിലെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഇത് അവരുടെ സാധ്യതയെ എത്രമാത്രം ഗുണകരമായി സഹായിക്കും? കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം വല്ലാതെ വൈകിയിരുന്നു. വൈകിട്ടും അവരവരുടെ ശേഷി, സംഘാടക ശേഷിയും ആറ്റിങ്ങൽ പ്രചാരണത്തിനുള്ള ശേഷിയുമൊക്കെ അവർ തെളിയിക്കുകയുണ്ടായി. കഴിഞ്ഞ തവണ ഇവിടുത്തെ ഔദ്യോഗിക പക്ഷം BJPയിലെ അവർക്കെതിരായിരുന്നു. ഇത്തവണയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം ശോഭ ഇത്തവണ മത്സരത്തിനില്ല എന്ന് കത്ത് തന്നെ ഔദ്യോഗിക നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അവർ. പക്ഷേ ദേശീയ നേതൃത്വം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇത്തവണ അത് ആദ്യമേ തന്നെ അടച്ചു കളഞ്ഞു. ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ശോഭയെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ഭാഗം അടച്ചില്ല എങ്കിൽ അത് പിന്നെയും തലവേദനയായി തന്നെ തുടരും. അത് ദേശീയ നേതൃത്വത്തിന് അറിയാം. മാത്രമല്ല കഴിഞ്ഞ തവണ ആറ്റിങ്ങിൽ അവരുടെ മെറ്റിൽ പ്രൂവ് ചെയ്തതാണല്ലോ അവർ. ഇത്രയും കഴിവുള്ള ആളാണ്, അവർക്ക് വോട്ട് പിടിക്കാൻ അറിയാമെന്നുള്ളത് അവർ തെളിയിക്കുകയും ചെയ്തു. ഇത് ഈ പറഞ്ഞ പോലെ ആലപ്പുഴയിൽ അവർ ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയിട്ടുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഈ മറ്റേ KC വേണുഗോപാൽ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും എന്ന നിലയിലല്ല നിൽക്കുന്നത് എന്ന് വേണുഗോപാലിൻ്റെ ചേരിയിൽ നിന്ന് തന്നെ നമുക്ക് വിവരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേക്ക് വാക്ക് എന്നുള്ള നിലയ്ക്കല്ല വേണുഗോപാൽ അവിടെ നിൽക്കുന്നത്. ആരിഫിൻ്റെ നിലയും പരിതാപകരമായി. എന്താന്ന് വെച്ചാൽ അവിടുത്തെ പ്രബല സമുദായത്തിൻ്റെ പ്രബലമായ രണ്ട് സമുദായങ്ങളുടെ വോട്ട് തീരദേശത്തു നിന്നും പിന്നെ ചേർത്തല ഭാഗത്തു നിന്നുമൊക്കെയുള്ള ഈഴവ വോട്ടുകളിലൊക്കെ വലിയ പിളർപ്പുണ്ടാക്കാൻ കഴിയുന്ന ഒരു ശക്തിയായ സ്ഥാനാർത്ഥിയായിട്ടാണ് അവർ വന്നത്. മാത്രമല്ല സ്ത്രീകളുമായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനുണ്ട്. അത് വലിയ ഒരു പക്ഷേ ആലപ്പുഴയിലെ കഴിഞ്ഞകാല രാഷ്ട്രീയ സ്ഥിതി വെച്ച് നോക്കിയാൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ വോട്ട് മാർജിൻ അവിടെ ഉണ്ട്. 2014 KC വേണുഗോപാൽ ജയിച്ചപ്പോഴും കഴിഞ്ഞ തവണ ആരിഫ് ജയിച്ചപ്പോൾ ആരിഫിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് മുഴുവൻ കിട്ടിയില്ലെങ്കിലും അദ്ദേഹം ജയിച്ചു. കഴിഞ്ഞ തവണ അതിന് KS രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും നമുക്കത് വ്യക്തമാണ്. ഏകദേശം 2 ലക്ഷത്തോളം വോട്ടാണ് രാധാകൃഷ്ണൻ പിടിച്ചത്. അതേസമയത്ത് 2014 KC വാമദേവനായിരുന്നു, ദിനകരനായിരുന്നു മത്സരിച്ച RSP. അപ്പം ദിനകരൻ മത്സരിച്ചപ്പോൾ പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് 5% താഴെയാണ്. അപ്പോൾ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്ത സമയമാണ്. BJPയുടെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി വന്നപ്പോൾ അവിടെ ഏകദേശം 1,80,000 വോട്ട് വരെ എത്തിച്ചു രാധാകൃഷ്ണന് തീര പ്രദേശങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പിന്തുണ അത് വ്യക്തമാണ്. അത് കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനമാണ് കുറച്ചത്. ഈ പ്രാവശ്യം ശോഭ പിടിച്ചുകൊണ്ട് പോകുന്ന വോട്ട് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരുപോലെയാണ്. അത് വ്യക്തമായിരിക്കുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യം, പുതിയ സംഭവഗതികൾ. ഈ സ്ഥിതിക്ക് ഈ കൊടുങ്കാറ്റ് പിന്നെ ഡൽഹിയിൽ ചെന്നേ അവസാനിക്കുള്ളൂ. അവർ ഒരു കേരള കൗമുദിക്ക് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ആകാം. അത് ഈ മണ്ഡലത്തിന് ഒരുപാട് ഗുണകരമായ മാറ്റം കൈവരിക്കാൻ ഞാൻ കൂടെ ഉണ്ടാകും. പ്രധാനമന്ത്രിയോട് നേരിട്ട് സംസാരിച്ച് എനിക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവലാതിയും അവശതകളും പരിഹരിച്ചെടുക്കുവാനുള്ള അവസരം ഉണ്ടാകും എന്ന് കൃത്യമായി പറയുന്നു അവർ.
അത് കേരളത്തിൽ നിന്ന് BJP ജയിക്കുന്ന BJP സ്ഥാനാർത്ഥികളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറവാണ്. അപ്പോൾ അവർ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എണ്ണം വളരെ കുറവായതുകൊണ്ട് സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച 2 ആഴ്ച മുമ്പുള്ള ചിത്രമല്ല ഇപ്പോൾ. 2 ആഴ്ച മുമ്പ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് ഒരു വിന്നിങ് ചാൻസ് ഉണ്ടെന്നായിരുന്നു. അതിനേക്കാൾ കൂടുതൽ പിന്നെ വന്നത് തിരുവനന്തപുരത്ത് ഉണ്ടെന്നാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഇല്ലാത്ത ഒരു മുന്നേറ്റം ആലപ്പുഴയിൽ കണ്ടു. ഒരുപക്ഷെ BJP നേതൃത്വം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ശോഭ അവിടുത്തെ ചിത്രങ്ങൾ മാറ്റി വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരുപക്ഷെ അവർ വിജയത്തിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കേരളത്തിൽ തന്നെ BJPയുടെ വോട്ട് പല മണ്ഡലങ്ങളിലും ഇരട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പലയിടത്തും വന്നിട്ടുണ്ട്, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ. ഇത്തവണ ആ വോട്ട് കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ CPM പ്രവർത്തകർക്കൊക്കെ യാഥാർത്ഥ്യമൊക്കെ അറിയാമല്ലോ. ഡൽഹിയിൽ പോയിട്ടൊന്നും ചെയ്യാനില്ല. ഒരു മന്ത്രിസഭ ഇപ്പോൾ യെച്ചൂരിയുടേതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തമാശ. ഇന്ത്യ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ ആ ഭരണത്തിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ ആ സമയത്ത് തീരുമാനിക്കും എന്നൊരു പ്രസ്താവനയുണ്ട് യെച്ചൂരിയുടെ. എണ്ണം നോക്കി, MP-മാരുടെ എണ്ണം നോക്കി തീരുമാനിക്കും. അതെ അതെ. 3-ൽ താഴെയാണെങ്കിൽ പുറമേ നിന്ന് പിന്തുണ, 10-ൽ കൂടുതലാണെങ്കിൽ പങ്കാളിയാകും. അതെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്. ഇതിലേത് നടക്കും? അതെ, രണ്ടും നടക്കത്തില്ല, ഒന്നും നടക്കില്ല. എന്നിട്ട് ഇങ്ങനത്തെ ഒരു അസംബന്ധം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഈ തരം ചെപ്പടി വിദ്യകൾ എന്നും CPM-ൻ്റെ കൈമുതലാണ്. അതെ, ആ പഴയ രീതിയൊക്കെ മാറിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അതെ അതെ. ഈ സെക്കൻഡുകൾ വെച്ച് ഈ അസംബന്ധമൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു പശ്ചാത്തലം ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. അവരാദ്യം നിൽക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും പറഞ്ഞതാണ്, 5 പെൺമക്കളുള്ളൊരു കുടുംബം, ദരിദ്രമായ കുടുംബം, ഒരു പാവാടയും ബ്ലൗസും, അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു ദരിദ്ര കാലഘട്ടത്തിനെ പറ്റി നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ പ്രോലിറ്റേറിയറ്റ് ഒരുപാടുള്ള സ്ഥലമാണല്ലോ ആലപ്പുഴ, പുന്നപ്ര, വയലാർ പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവിടുത്തെ ആളുകൾക്ക് എളുപ്പം താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ആളാണ് ശോഭ. അതാണ് ശോഭയുടെ വ്യത്യാസം. പിന്നെ അവരിൽ ഒരാളായിട്ട് അവർക്ക് സംസാരിക്കാനും ഒക്കെ, ഞാൻ മഹതിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. എവിടെയും ഓടിച്ചെന്ന് അവരിലൊരാളായിട്ട് മാറാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അവർക്കുള്ളത്. മാത്രമല്ല, അവർ ഈ ശാഖ മുതലൊക്കെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളാണ്. മറ്റേ യുവമോർച്ച, മഹിളാ മോർച്ച, അങ്ങനെ ഈ ലോവർ റങ്സിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു പ്രവർത്തകയാണ് അവർക്ക് അവരുടെ കൂടെ ഒരാളായി നിൽക്കാനായിട്ട് പ്രയാസമൊന്നുമില്ല. പിന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ വാക്കുകൾ, ജനങ്ങളുമായുള്ള സംസാര രീതി, പ്രസംഗം, ഇതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശൈലിയാണ്. ജനങ്ങൾക്ക് വേഗം അസിമുലേറ്റ് ചെയ്യുന്ന ആശയങ്ങളാണ്. സാധാരണ വിഷയങ്ങളാണ് അവർ പറയുന്നത്. അവർ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഒന്നും പറയില്ല. അവരൊരു വിവാദവും ഉണ്ടാക്കുന്നില്ല ഇത്തവണ. അതെ അതെ. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും അവരുടെ സ്റ്റേജ് സാന്നിധ്യവും അവർക്കിടയിൽ ഇറങ്ങി നിന്നുള്ള ആ പെരുമാറ്റ രീതി. അതുകൊണ്ടാണ് അവർക്ക് വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വോട്ട് ചെയ്യാൻ തോന്നുന്നത്. മാത്രമല്ല, ഈ KR ഗൗരിയമ്മയെ ഒരുപാട് കണ്ടിട്ടുള്ള സ്ഥലമാണല്ലോ ആലപ്പുഴ. അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലൊരു ഊർജ്ജസ്വലമായ സാന്നിധ്യം. അതെ, അത് സുശീല ഗോപാലൻ ഇല്ലാത്ത ഒരു ഇമേജും ഈ ലേഡിക്കുണ്ട്. കാരണം സുശീല ഗോപാലൻ MP-യുടെ ഭാര്യയായിട്ട് വന്നതിന് ശേഷം രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലമല്ല ശോഭാ സുരേന്ദ്രൻ്റെ. ശോഭാ സുരേന്ദ്രൻ്റെ ആ അടിസ്ഥാന വർഗവുമായിട്ട് ആശയവിനിമയം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ലാളിത്യത്തിൻ്റെ ഒരു സൗന്ദര്യം അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമുക്ക് സൂക്ഷ്മമായി കാണാം. ഇന്നത്തെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഇത് ഇണങ്ങുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ഇണങ്ങും. മാത്രമല്ല, ആലപ്പുഴയിൽ അതിരൂക്ഷമായ വിഭാഗീയതയിൽ കിടന്ന് പൊളയുകയാണ് CPM. കുട്ടനാട്, അമ്പലപ്പുഴ, കായംകുളം,
മാത്രമല്ല കൂനിന്മേൽ കുരുവായിട്ട് മറ്റേ ഒരു കൊലപാതകം, മറ്റേ സത്യന്റെ കൊലപാതകം അതെ അതെ പാർട്ടി പ്ലാൻ ചെയ്തതാണെന്ന് വിപിൻ എന്ന് പറഞ്ഞ സഖാവ് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ. പിന്നെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ മറ്റേ സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞ ഒരാളെ പാർട്ടി പുറത്തു കളയുകയാണ് പതിവ്. നമ്മൾ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആ സഖാവിനെ സഹകരിപ്പിക്കണം എന്നാണ് സജി ചെറിയാൻ ഏരിയ കമ്മിറ്റിയിൽ പോയി ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത് ഈ ബിബിന്റെ കാര്യത്തിൽ. പിന്നെ കായംകുളം MSM കോളേജിലെ സംഭവം, വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം. ഒരു 2 വർഷം MCOM ക്ലാസ്സിൽ ഒരാൾ ബിരുദ സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയിക്കാതെ പഠിക്കാനിടയായതിന് മുൻ SFIക്കാർ കൊടുത്തിരുന്ന പിന്തുണ, അത് കായംകുളത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ കരിമണലും അവിടെ കർത്തായുടെ വിവാദ കമ്പനിയുടെ കരിമണൽ ഖനനം നടക്കുന്ന തൃക്കുന്നപ്പുഴ ഏരിയയിൽ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവിടുത്തെ രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ എപ്പോഴും ഒരു പ്രതിയുടെ സ്ഥാനത്തോ ഒരു കുറ്റവാളിയുടെ സ്ഥാനത്തോ CPM ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ആൻസർ പറയാൻ AM ആരിഫിന് കെൽപ്പുണ്ടാവുമെന്ന് സംശയമാണ്. പിന്നെ KC വേണുഗോപാലിനെതിരെ എന്തോ രേഖകൾ പുറത്തുവിടും എന്നൊരു ഭീഷണി ശോഭയുണ്ട്. അപ്പോൾ അതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ ഉള്ളിൽ ഈ KC വേണുഗോപാൽ കഴിഞ്ഞ തവണ ഇല്ലാതെ പിന്നെ പാർട്ടിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ, ഈ മണ്ഡലം നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചു പിടിക്കുക എന്ന ദൗത്യവുമായി രാജ്യസഭാ അംഗമായ KC വേണുഗോപാൽ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹം അഥവാ ജയിച്ചാൽ ആലപ്പുഴയ്ക്ക് എന്ത് ഗുണം? അതെ, മന്ത്രിയൊന്നും ആകാൻ പോകുന്നില്ല, കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഡൽഹിയിലെ മാനിപ്പുലേറ്റീവ് പൊളിറ്റിക്സിലെ ഒരു പ്രധാന കഥാപാത്രമായി ജീവിക്കും എന്നതിനപ്പുറം ആലപ്പുഴ മണ്ഡലത്തിൻ്റെ പ്രായോഗികമായ ഉയർച്ചയ്ക്കും അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒരു സൃഷ്ടിപരമായ സംഭാവന അർപ്പിക്കാൻ വേണുഗോപാലിന് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ കഴിയില്ല. മാത്രമല്ല, വേണുഗോപാലിന് തോറ്റു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയും ചെയ്യാൻ പറ്റും. അതെ, എന്നോടൊരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് ഇദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുവാനുള്ള ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് ഏത് പ്രമുഖ കോൺഗ്രസ്സുകാരൻ്റെ ഈ സംസ്ഥാനത്തെ സ്വപ്നം. അപ്പോൾ അതിൻ്റെ സാക്ഷാത്കാരാർത്ഥം അതിൻ്റെ സാധ്യത അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന് മത്സരിക്കുന്ന ഒരാൾ തോറ്റാലും അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം നിലനിൽക്കുകയും അയാൾ MP ആയി തുടരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗാംബ്ലിംഗ് പൊളിറ്റിക്സിൻ്റെ നേതാവായിട്ടാണ് ഇപ്പോൾ KC ആലപ്പുഴ നിൽക്കുന്നത്. ഈ മുഖശോഭ അവിടുത്തെ കോൺഗ്രസ്സുകാരും ഇപ്പുറത്ത് മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രനും ഒരുപോലെ തിരിച്ചറിയുന്നുണ്ട്. ഇത് ജനങ്ങൾക്കും മനസ്സിലാവും, ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാലിന് ആലപ്പുഴ ഇപ്പോൾ പഴയതുപോലുള്ള ഒരു ഈസി വാക്ക് ഓവർ പ്രദേശമല്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് സാധ്യത, അതിൻ്റെ ഫൈനൽ പിക്ചർ നമുക്ക് കൃത്യമായി ഇപ്പോൾ പ്രവചിക്കാൻ പറ്റും. എന്തായാലും ശോഭ അവിടെ ഒരു നിർണായക ഘടകമാണ്. തീർച്ചയായിട്ടും. ഒരുപക്ഷേ ശോഭ ജയിച്ചുകൂടായികയില്ല.